ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ് വരുണിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. വരുണ് കൃഷിനെ കാണുമ്പോൾ തന്നെ ഒന്ന് പരുങ്ങുന്നുണ്ട് പേടിച്ചിട്ട്. അങ്ങനെ അനിരുദ്ധ് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ലേ കൂടെ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ കൃഷി വരുന്നുണ്ട്. എടാ, ഫോണിൽ കൂടെ കുറച്ച് മോശമായി സംസാരിച്ചതിന് നീ എന്നോട് ക്ഷമിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് വരുണിനോട്. അങ്ങനെ ക്ഷമിക്കാൻ ഉദ്ദേശമില്ലെങ്കിലോ എന്ന് പറയുന്നുണ്ട്. ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ എൻ്റെ തനി ഗുണം അറിയും എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. കൺമണി എൻ്റെയാണ്, ഞാൻ അവളെ താലി കെട്ടിയിരിക്കും എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് മോനെ. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു, നീ അവളെ നിശ്ചയം കഴിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അവളെ താലി കെട്ടിയതാണ്. ആ താലി നിൻ്റെക്ക് മുന്നിൽ കാണിച്ച് കൂടി തന്നതാണ്. എന്നിട്ടും നീ അത് മനസ്സിലാക്കുന്നില്ല. മനഃപൂർവ്വം അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് നീ അവൾക്ക് പിന്നാലെ ഈ നടക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഇഷ്ടം എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. എടാ, നീ തിങ്കളാഴ്ച നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു കല്യാണം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിൻ്റെ മരണാനന്തര ചടങ്ങായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഇനിയും പിന്മാറിയില്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ് കേട്ടോ കൃഷ്. അങ്ങനെ ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് അനിരുദ്ധ്. എടാ, നീ എന്താ വിചാരിച്ചത്, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, അറസ്റ്റ് ചെയ്യോ? നിങ്ങളെന്താ വിലങ്ക് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ എല്ലാവരും അറസ്റ്റ് ചെയ്യാനായിട്ട്? എന്നെ ഒന്ന് തൊട്ട് കാണിക്കുക അനിരുദ്ധേ, പിന്നെ ബാക്കി കളി മാറും എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആ SI ആയപ്പോൾ CI ആയി എന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കരിക്കൊന്നും വേണ്ട. ആ തൊപ്പിയൊക്കെ തെറിപ്പിക്കാനുള്ള പണികളും വഴികളും എനിക്ക് ഉണ്ട്. എന്നെ നിസ്സാരക്കാരനായിട്ട് കാണുമൊന്നും വേണ്ട. നീ ഈ അനിരുദ്ധിൻ്റെ ബലത്തിൽ വരുണേ നീ കളിച്ചാലുണ്ടല്ലോ, നീയും കളി പഠിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കൃഷി. കൂടാതെ തീർത്തും നമ്മുടെ കൃഷി പറയുന്നുണ്ട് വരുണു, കൺമണി എൻ്റെ പെണ്ണാണ്, എൻ്റെ ഭാര്യ. അവളെ ഞാൻ ഒരുത്തരെയും ഞാൻ വിട്ടുകൊടുക്കില്ല. അവൾക്ക് പിന്നാലെ ഇനി നീ കടിച്ചു തൂങ്ങി നടന്നാൽ, ഇനി അവളെ സങ്കടപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കും, ഓർത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്. അങ്ങനെ അനിരുദ്ധിനെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ അനിരുദ്ധിൻ്റെ ബലം കൊണ്ട് നീ വരുണേ, നീ ഇനി തിങ്കളാഴ്ച മറ്റും അവിടെ ഒരു വരൻ്റെ വേഷത്തിൽ വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അനിരുദ്ധ് പറയുന്നുണ്ട്, എടാ നീ എന്നെ എന്താ പൊട്ടനാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പൊട്ടനാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലെങ്കിലും തന്നെ പൊട്ടന്മാരാണ്, അതുകൊണ്ടല്ലേ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകാതെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷി പോകുന്നുണ്ട്. അതിനുശേഷം വരുണ് അനിരുദ്ധിനോട് പറയുന്നുണ്ട്, സാർ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാനില്ലേ കുഞ്ഞിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ട് കൺമണി കല്യാണം കഴിച്ചോ, ഞാനുണ്ട്, നിങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് വരുണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണിയെ കാണിക്കുന്നുണ്ട്. കൺമണി അമ്പലത്തിൽ തൊഴുതു വരുന്ന സമയത്ത് നമ്മുടെ കൃഷ വിളിക്കുന്നുണ്ട്. കൺമണി ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാറിന്ന് വൈകിട്ട് ആ വരുണിനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞ് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. എന്തായി സാർ പോയിട്ട്, എന്തെങ്കിലും തീരുമാനം ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട്. തീരുമാനം ഉണ്ടായി, അവൻ ആ കല്യാണത്തിന് വരില്ല, അഥവാ വന്നാൽ ഞാൻ അവനെ ഇല്ലാതാക്കും എന്ന് ഞാൻ വാണിംഗ് കൊടുത്തിട്ടെന്ന് പറയുന്നുണ്ട്. സാർ എനിക്ക് പേടിയാവുന്നു, എനിക്കറിയില്ല ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ്, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്, ഇനി അവരതിന് ധൈര്യപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. എങ്ങോട്ടാ സാറെന്ന് ചോദിക്കുന്നു. നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ അച്ഛനെ ഒന്ന് എനിക്കൊന്ന് കാണണം, നിന്നെ ഒഫീഷ്യലായിട്ടൊന്ന് പെണ്ണ് ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. പെണ്ണ് ചോദിക്കുമോ സാർ ഇതിനിടയിലോ? അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അത് എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, ഇനിയും വൈകിച്ചാൽ അത് പ്രശ്നമാകും, എനിക്ക് നിൻ്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണിയെയും കൂടി പോകുന്നുണ്ട്. സാർ അത് വേണോ വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ കൺമണി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. നീ ഒന്നും പേടിക്കേണ്ട കൺമണി, നീ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞ് നമ്മുടെ കൺമണി കാറിലേക്ക് കയറ്റി അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ വരുൺ ആ 3 അമ്മായിമാരെയും കയ്യിലെടുക്കാനായിട്ട് ഒന്നുകൂടെ സോപ്പിട്ട് അവരെ വീഴ്ത്താനായിട്ടും വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അമ്മായിമാരെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വരുമോനെ നിൻ്റെ കൂടെ തന്നെയുണ്ട്, നീ എന്താ ഇപ്പോൾ ഇങ്ങനെ വന്ന് ചോദിക്കാനായിട്ടെന്ന് പറഞ്ഞത്. ആ കൃഷി എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി, കൺമണി എനിക്ക് തരില്ല, അവൻ്റെ പെണ്ണാണ് പോലും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നന്നായി എന്നൊക്കെയുള്ള രീതിയിൽ അമ്മായിമാർ മനസ്സിൽ കരുതുന്നുമുണ്ട്. അങ്ങനെ അമ്മായിമാരെ, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ കൺമണി എനിക്ക് കല്യാണം കഴിച്ചാൽ ആ 101 പവൻ ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ വെറും വാക്കല്ല, അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരുടെ മുന്നിൽ ഇങ്ങനെ കൈകാലും പിടിച്ച് ഞാൻ നിന്നിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ കെഞ്ചാണ് എന്നൊക്കെ പറഞ്ഞ് തൊഴുത് നിൽക്കുന്നുണ്ട് വരുണ്. അങ്ങനെ ആ മോനെ ഞങ്ങൾ ഏറ്റു, നീ ഒട്ടും പേടിക്കേണ്ട, നീ ധൈര്യത്തോടെ വന്നോ, കൺമണി നിന്നെ ഏൽപ്പിച്ചിരിക്കും എന്നൊക്കെ അമ്മായിമാരിങ്ങനെ വേദവാക്യം പോലെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരുൺ ആ സന്തോഷത്തോടു കൂടി മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മായിമാർ 3 പേരും കൂടെ പറയുന്നുണ്ട്, എന്തായാലും വരുണിന് അവളെ കിട്ടാൻ പോകുന്നില്ല, അവളെ കൃഷാറിൻ്റെ പെണ്ണാണ്, വരുണിൻ്റെ കൂടെ നിന്നാൽ ആകെ 101 പവനേ കിട്ടുള്ളൂ, പക്ഷേ കൃഷാറിൻ്റെ കൂടെ നിന്നാലോ നമുക്ക് സ്വർണ്ണ കനികളായിരിക്കും കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കൃഷാറിൻ്റെ ഒപ്പേ നിൽക്കുകയുള്ളൂ വരുണേ എന്നൊക്കെയുള്ള രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൺമണിയുടെ അടുത്തേക്ക്
അച്ഛനെയും കൂട്ടി പോകുന്നുണ്ട്, അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കൺമണിയും കൃഷും. അങ്ങനെ ഗോപു ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ ഇങ്ങോട്ട് വരാനായിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. എടാ അച്ഛനെ വിളിക്കുക, എനിക്കൊന്ന് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൺമണിയുടെ അച്ഛൻ വരുന്നുണ്ട്. അച്ഛാ ഞാൻ കൃഷ് എന്നെ അറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. മോനെ എത്ര തവണ കണ്ടിട്ടുണ്ട്, പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ ഞാൻ ഇതിപ്പോൾ വന്നത് കൺമണിയെ പെണ്ണ് ചോദിക്കാനായിട്ടാണെന്ന് പറഞ്ഞു. പെണ്ണ് ചോദിക്കാനോ എന്നൊക്കെ പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അതെ, ഇനി ഞാനിത് വൈകിപ്പിക്കുന്നില്ല. മാതാപിതാക്കളെ കൊണ്ടുവന്ന് പെണ്ണ് ചോദിപ്പിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് എനിക്കറിയാം. പക്ഷെ അവരിപ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ദിവസം എന്തായാലും വരും. ഞാൻ അധികം വൈകാതെ അവരെ കൂട്ടി വരും, ഞാൻ കൺമണിയെ പെണ്ണ് ചോദിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ സമ്മതം ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞാൻ കൺമണിയെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. മോനെ എനിക്കതിന് യാതൊരു തടസ്സവുമില്ല, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എൻ്റെ മോൾ എങ്ങനെയെങ്കിലും ആ വരുണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് എനിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ എന്തായാലും വലിയൊരു കുരുക്കിലാണെന്ന് എനിക്കറിയാം. അത് വെറും ഒരു കുരുക്കല്ല, സാമ്പത്തിക കുരുക്ക്. ആ സാമ്പത്തിക കുരുക്ക് നീക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ഇനി എത്ര കോടികൾ ചിലവാക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, ആ ബുദ്ധിമുട്ടുകളും കടപ്പാടുകളും ഞാൻ തീർത്തോളാം. ഇതിനൊക്കെ കാരണം ആ ധനലക്ഷ്മിയാണെന്നും എനിക്കറിയാം. ഞാൻ ഒരു പണത്തിന് വേണ്ടി മാത്രമോ പണം കാണിച്ച് അഹങ്കാരം കാണിക്കാനും വേണ്ടിയിട്ടോ അല്ല ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എനിക്ക് എൻ്റെ കൺമണിയെ വേണം. അവളെ ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ ഊരാക്കുടുക്കിൽ നിന്ന് എനിക്ക് അവളെ കരകയറ്റി കൊണ്ടുപോകണം. അവൾക്കൊരു നല്ലൊരു ജീവിതം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് കൺമണിയുടെ അച്ഛനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കൺമണിയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ കൃഷിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ട് ഒരുപാട് പക്വതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കരുതലോടുകൂടിയും പറയുന്ന കൃഷിൻ്റെ വാക്കുകൾ കേട്ട് കൺമണിയുടെ അച്ഛൻ്റെയും കൺമണിയുടെയും ഗോപുവിൻ്റെയും ഒക്കെ മനസ്സങ്ങോട്ട് നിറയുന്നുണ്ട്. അച്ഛാ ഞാൻ വരും എൻ്റെ കൺമണിയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്. തിങ്കളാഴ്ച ഒരിക്കലും ഇവരുടെ വിവാഹമായിരിക്കില്ല നടക്കാൻ പോകുന്നത്. എൻ്റെ ഇടപെടൽ അതിലെന്തായാലും ഉണ്ടാകും. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക, ഞാനുണ്ട് കൂടെ. നിങ്ങൾ ഒരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആരുടെയും മുന്നിൽ നിങ്ങൾ തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യം വരില്ല. ഈ ഊരാക്കുടുക്കിൽ നിന്ന് ഞാൻ നിങ്ങളെ കരകയറ്റി കൊണ്ടുപോകുമെന്നൊക്കെ ഉറച്ച വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൺമണിയോട് പറഞ്ഞിട്ട്, കൺമണി ഞാൻ പോട്ടെ, നീ ധൈര്യത്തോടെ ഇരിക്കുക, നീ എൻ്റെ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കൺമണിക്ക് ഇതൊക്കെ കേട്ട് സന്തോഷമാകുന്നുണ്ട്, ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കൃഷി അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. പിന്നീട് വരുണ് നമ്മുടെ ധനലക്ഷ്മി കാണാനായിട്ട് വരുന്നുണ്ട്. ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഈ കല്യാണം മറ്റും നടന്നില്ലെങ്കിലുണ്ടല്ലോ ആ 101 പവനും ആ ബാക്കിയുള്ള പണവും എനിക്ക് തിരികെ നൽകിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ അതൊന്നും ചോദിച്ചു പോകരുത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും കൺമണി നിന്നെ ഏൽപ്പിച്ചിരിക്കും. അതുപോരെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് വെറും വാക്ക് എനിക്ക് വിശ്വാസമില്ല. കാരണം അവൻ്റെ ഭീഷണി എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭീഷണി അവൻ വന്ന എന്താ നമ്മളുടെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോവുകയാണോ? അതിനുള്ള ഇതൊക്കെ ഞാൻ കൊടുത്തോളാം മോനെ, മോൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വേറൊരു മുഖം നിങ്ങൾ കാണും, നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, നിങ്ങളെ തെണ്ടിക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഇന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കും കൺമണിയെ. ഇനി ആര് വന്ന് തടസ്സം ചെയ്താലും ശരി, ആ കൃഷിനൊന്നും നീ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരുണിനെ സമാധാനിപ്പിച്ച് സോപ്പിട്ട് നിൽക്കുന്നുണ്ട് ധനലക്ഷ്മി. അങ്ങനെ വരുൺ പറയുന്നുണ്ട്, എനിക്ക് അവളെ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തോടു കൂടി ഞാൻ ഇറക്കി വിടും, എന്നിട്ട് അവിടെ കയറി താമസിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. പിന്നെ ഈ വരുണായിരിക്കില്ല പിന്നീട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്നത്, എൻ്റെ വേറൊരു ഉഗ്രരൂപം നിങ്ങൾ കാണുമെന്നൊക്കെ ധനലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി കിട്ടാനായിട്ട് വരുണ്.